كلام قديم لا يمل سماعه تنزه عن قول وفعل ونية به أستفي من كل داء ونوره دواء لقلبي عند جهلي وحيرتي. നിസ്കാരത്തിൽ അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഖത്മുകൾ ഓതുമ്പോഴൊക്കെ ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ആവശ്യമായി വരുന്ന ഒന്നാണ് അക്ഷരങ്ങൾ അതിൻ്റെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ തനതായ രൂപത്തിൽ ഉച്ചരിക്കുക എന്നുള്ളത്. നാം മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും അറബി അക്ഷരങ്ങൾ എങ്ങനെയാണ് അതിൻ്റേതായ രൂപത്തിൽ ഉച്ചരിക്കുക എന്നുള്ളത് പലർക്കും അറിയാത്തൊരു വിഷയമാണ്. പലരും മലയാളത്തിൻ്റേതായ അക്ഷരങ്ങൾ ഉച്ചരിക്കാറുണ്ട് അറബിയിൽ തന്നെ. അതുകൊണ്ട് നമുക്ക് വളരെ അത്യാവശ്യമായതാണ് അറബിയിലുള്ള ഓരോ അക്ഷരത്തിൻ്റെയും ആ അക്ഷരം എവിടെ നിന്ന് പുറപ്പെടുന്നു, അത് എങ്ങനെ ഉച്ചരിക്കണമെന്ന് പഠിക്കൽ. അതിനാണ് നമ്മൾ മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 5 സ്ഥലങ്ങളിൽ നിന്നാണ് ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്നത്. ചില അക്ഷരങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മഖ്റജുകൾ ഉണ്ടായേക്കാം, ചില മഖ്റജുകൾക്ക് ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ 5 സ്ഥലങ്ങളാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. ഒന്ന് പ്രധാനമായിട്ടും തൊണ്ടയാണ്. തൊണ്ടയിൽ നിന്നും ചില അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. ചിലതോ നാവിൽ നിന്നും, ചിലത് ചുണ്ടിൽ നിന്ന്, ചിലത് തരിമൂക്കിൽ നിന്ന്, മറ്റൊന്ന് വായുടെ അന്തരീക്ഷം. ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന വിഷയം എന്നുള്ളൂ. പല ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, എങ്ങനെ ഓരോ അക്ഷരങ്ങൾ പഠിക്കുക, എങ്ങനെ അതിൻ്റെ സ്ഥലങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നോക്കാം. ആദ്യം നമുക്ക് തൊണ്ട എടുത്ത് നോക്കാം. തൊണ്ട 3 ഭാഗമാക്കാം. തൊണ്ടയുടെ അടിഭാഗം, പിന്നെ അതുപോലെ തന്നെ സെൻറ്റർ, അതായത് മധ്യഭാഗം, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മുകൾ ഭാഗം. ഈ 3 ഭാഗത്തിൽ നിന്നും 2 അക്ഷരങ്ങളാണ് വരുന്നത്. ഏറ്റവും അടിയിൽ നിന്നും അംസ് ഹ, അതുപോലെ തന്നെ മധ്യത്തിൽ നിന്ന് സെൻറ്റർ ഭാഗത്തിൽ നിന്നും ഐൻ ഹ, ഈ 2 അക്ഷരങ്ങളാണ്. ഏറ്റവും മുകളിൽ നിന്നും ഗൈൻ ഹ. അപ്പോൾ മൊത്തം എത്ര അക്ഷരമായി? 6 അക്ഷരങ്ങളായി. അപ്പോൾ ആദ്യത്തെ മഖ്റജിൽ നിന്നും 6 അക്ഷരങ്ങളാണ് വന്നത്. ഇനി നമുക്ക് അടുത്ത മഖ്റജ് ഏതാണ്? രണ്ടാമത്തെ മഖ്റജ് അത് ലിസാൻ, നാവാണ്. അപ്പോൾ നാവ് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ മുരട് മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. മുരട്ടിൽ നിന്നും ആദ്യമായിട്ട് അക്ഷരം വരുന്നത് ഖാഫാണ്. ഖാഫ് എങ്ങനെയാണ്? നേരെ മേലെ അണ്ണാക്കിലേക്ക്, അതായത് നമ്മളെ ചെറുനാവുണ്ടല്ലോ, ആ ചെറുനാവിലേക്ക് തട്ടിച്ചിട്ട് ഖാഫ് എന്ന് ഉച്ചരിക്കണം. പിന്നെ അതിനോട് തൊട്ട് താഴെയായിട്ടാണ് കാഫ് ഉച്ചരിക്കുന്നത്. ഒന്നും കൂടി മയത്തിൽ കാഫ് കാഫ് ക ഖി കു അക്, അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. നമുക്ക് നാവിൻ്റെ മധ്യത്തിലേക്ക് എത്താം. ഇപ്പം നമ്മൾ മുരട് കഴിഞ്ഞു, ഇനി മധ്യത്തിലേക്ക്. മധ്യത്തിൽ ഏതാണ്? 3 അക്ഷരങ്ങളുണ്ട്. ജീം ഷീൻ യ. ഈ 3 അക്ഷരം നാവിൻ്റെ മധ്യം ഇങ്ങനെ മേലെ അണ്ണാക്ക് ഇങ്ങനെ ഉയർന്നിട്ടാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ അത് നമുക്ക് കഴിഞ്ഞിട്ട് ലോദ്, നാവിൻ്റെ ഒരു സൈഡ് ഭാഗത്തു നിന്നാണ് ഉച്ചരിക്കേണ്ടത്. ലോദും ഏതാണ് തിരിച്ചറിയേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ ലോദ് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? നാവിൻ്റെ സൈഡ് ഭാഗം, അതായത് അരുനീളം എന്നൊക്കെ പറയും. ഈ സൈഡ് ഭാഗം നമ്മുടെ അണപ്പല്ലുകോട് ചേർത്ത് പിടിച്ചിട്ട് നാവിൻ്റെ മധ്യവും ഈ മുരടും പറഞ്ഞല്ലോ, ഈ 2 ഭാഗം ഉയർന്നിട്ട് ലോദ് ലോദ് ലോ ലോ എന്ന് പറഞ്ഞിട്ട് ചുണ്ട് കൂർക്കാൻ പാടില്ല. ലോദ് എന്ന് തന്നെ ഉച്ചരിക്കണം. പിന്നെ നമുക്ക് ലാമാണുള്ളത്. അപ്പോൾ ലാമിൻ്റെ മഖ്റജ് എവിടെയാണ്? നാവിൻ്റെ തലയുടെ അരു. നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായതാണ് ലാം എങ്ങനെ ഉച്ചരിക്കേണ്ടതെന്നുള്ളത്. നാവിൻ്റെ തലയുടെ അരു മേലെ മുൻപല്ലിൻ്റെ ഊനും എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞിട്ട് നൂനോ നാവിൻ്റെ തല മാത്രമേ ഉള്ളൂ, നാവിൻ്റെ തലയുടെ അരുവില്ല. നൂൻ എന്ന് ഉച്ചരിക്കുമ്പോൾ ന ആയി പോകാൻ പാടില്ല, നു എന്നാകാൻ പാടില്ല. നൂൻ ന നീ നു അൻ. അപ്പോൾ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ ഊനും. പിന്നെ നമുക്ക് ഏതാണ്? റോ എന്നുള്ള അക്ഷരം പല ആളുകളും തെറ്റിക്കുന്ന ഒരു അക്ഷരമാണ്. മലയാളത്തിൽ റാ എന്ന് പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ അറബിയിലുള്ള റോ എന്നുള്ളത് വളരെ വ്യത്യാസമുണ്ട്. നാവിൻ്റെ തലയുടെ മുതുവാണ്. നാവിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വളഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ മേലെ മുൻപല്ലിൻ്റെ ഊണിലേക്ക് തട്ടിച്ചിട്ട് റോ വായ നിറച്ചിട്ടൊന്നിങ്ങനെ പറയണം. റോ രീ റൂ ആർ. അപ്പോൾ റാന് കസുർ വന്നാൽ റീ എന്നൊരിക്കലും പറയാൻ പാടില്ല, രി എന്ന് തന്നെ പറയണം. ഇനി അടുത്ത അക്ഷരമുണ്ട്, അത് 3 എണ്ണമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മഖ്റജിൽ തന്നെ ഒന്നിലധികം അക്ഷരങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ 3 എണ്ണമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? പോ ദ ത. ഈ 3 അക്ഷരം ഒറ്റ സ്ഥലത്തു നിന്നാണ് പുറപ്പെടുന്നത്. അത് എവിടെ നിന്നാണ്? നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ മുരടുണ്ടല്ലോ,
ഊന് എന്ന് പറഞ്ഞാൽ ഏതാണ്? മേലെ മുൻപല്ലിൻ്റെ ഇറച്ചിയുള്ള ഭാഗം, ഇറച്ചി അത്യാവശ്യം കട്ടിയുള്ള ഭാഗം. മുരട് എന്ന് പറയാം മുൻപല്ല് ഇങ്ങോട്ട് തുടങ്ങുന്ന സ്ഥലം, അവിടെ വെച്ചിട്ടാണ് ഓ ദ ത എന്ന് ഉച്ചരിക്കേണ്ടത്. ത പല ആളുകളും മലയാളത്തിലുള്ള ത എന്ന് പല ആളുകളും ഉച്ചരിക്കാറുണ്ട് ത എന്നുള്ളത്. അല്ല, അറബിയിലുള്ള ത ത ത അതെങ്ങനെയാണ്? കുറച്ചും കൂടി വളരെ സോഫ്റ്റായിട്ട് കുറച്ച് കാറ്റ് പുറപ്പെട്ടിട്ട് ഉച്ചരിക്കണം. ത ത ത എന്ന് മലയാളത്തിലുള്ള ത ഒരിക്കലും ഉച്ചരിക്കരുത്. അപ്പോൾ എല്ലാവരും ത എന്ന് പറഞ്ഞ് പരിശീലിക്കണം. ഒരു മഖ്റജിൽ നിന്നും 3 എണ്ണം വരുന്ന രണ്ടാമത്തെ വിഷയമാണ് സോദ് സായ് സീൻ. പല ആളുകളും സ എന്ന് പറയാം, സായ് എന്നാണ് പറയുക. അപ്പോൾ സോദ് സായ് സീൻ ഇവ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? മാ ബൈന സനായ എന്നാണ്. രണ്ട് മുൻപല്ലുകളുടെ ഇടയിൽ നിന്ന് നാവ് അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിൽ വെച്ചിട്ടാണ് സോദ് സായ് സീൻ. പല ആളുകളും സ്വാദ് ചുണ്ട് കൂട്ടിച്ചിട്ട് സ്വ എന്ന് പറയാറുണ്ട്. പറയരുത്. നാവ് ചുണ്ട് ഒരിക്കലും അനക്കാതെ തന്നെ വായ നിറച്ച് സ്വാദ് എന്ന് പറയണം. സായ് തേനീച്ചയുടെ ശബ്ദമാണ്. സീൻ അത് വെട്ടുകിളിയുടെ ശബ്ദമാണ്. സ്വാദ് അരയണ്ണത്തിൻ്റെ ശബ്ദം. അത് ഓരോ പക്ഷികളെ വേർതിരിച്ചിട്ടാണ് ഓരോ ശബ്ദവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാദ് സായ് സീൻ അതിൻ്റെ മഖ്റജ് ശരിക്കും നോക്കുക. അടുത്തത് ഒരു മഖ്റജിൽ നിന്നും 3 എണ്ണം വരുന്ന മൂന്നാമത്തതാണ്. ഏതാണ്? ലോ ത. പല ആളുകൾക്കും അറിയാത്തതാണ് ഈ ലോതും ലോവും. അപ്പോൾ ലോതും നമ്മൾ നേരത്തെ പറഞ്ഞു അരുനീളത്തിൽ നിന്ന് അണപ്പല്ലുകളിലേക്ക് ചേർത്ത് പിടിച്ച് പറയുന്നതാണ് ലോദ് എന്നുള്ളത്. ഇത് ലോ അത് എങ്ങനെയാണ്? നാവിൻ്റെ മേലെ മുൻപല്ലിന് തലമ തട്ടിയിട്ടാണ് ഈ ലോ എന്നുള്ളതും ര എന്നുള്ളതും സ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത്. പല ആളുകൾക്കും ദാലിൻ്റെ മേലെ പുള്ളിയിട്ടത് പല ആളുകളും സ എന്ന് വായിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ? ദാല് തന്നെ ഉച്ചരിച്ച് പഠിക്കണം. ദാല് സായ് രണ്ട് വ്യത്യാസം മനസ്സിലാക്കി ഏതൊക്കെയാണ് അക്ഷരമെന്ന് അതിൻ്റെ മഖ്റജ് മനസ്സിലാക്കുമ്പോഴാണ് രണ്ടിൻ്റെയും ഉച്ചാരണ രൂപവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ മഖ്റജിലേക്ക് കടക്കാം. ഏതാണ്? ഫ എന്നുള്ള അക്ഷരമാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കഴിഞ്ഞു? തൊണ്ട കഴിഞ്ഞു, നാവ് കഴിഞ്ഞു, ഇനി ചുണ്ടിലേക്ക് എത്തി. അപ്പോൾ ഫ എങ്ങനെ ഉച്ചരിക്കേണ്ടത്? ചുണ്ടിൻ്റെ പള്ള അത് മേലെ മുൻപല്ലിൻ്റെ തല ഇങ്ങനെ തട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഫ. ഇനി അടുത്ത അക്ഷരമാണ് വ ബ മ. ഇവ രണ്ട് ചുണ്ടിൻ്റെ ഇട എന്നാണ് പറയുക. അപ്പോൾ പല ആളുകളും മലയാളത്തിലുള്ള വ എന്നാണ് പറയുക. വ എന്നല്ല പറയേണ്ടത് വ. പിന്നെ ബ ഉച്ചരിക്കുമ്പോൾ പല ആളുകളും ചുണ്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് ബ എന്ന് പറയാറുണ്ട്. പറയാൻ പാടില്ല ബ. പിന്നെ അതുപോലെ തന്നെ മീം അതുപോലെ തന്നെ ചുണ്ട് ഉള്ളിലേക്ക് വലിച്ച് പറയാൻ പാടില്ല മീം. മ മീ മൂ അം. അപ്പോൾ മീമും അങ്ങനെ തന്നെ. ഇനി നമുക്ക് തരിമൂക്കിലേക്ക് വരാം. അപ്പോൾ നമുക്ക് നാലാമത്തെ മഖ്റജായി. അപ്പോൾ തൊണ്ട കഴിഞ്ഞു, നാവ് കഴിഞ്ഞു, പിന്നെ ചുണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് തരിമൂക്കിലേക്ക്. തരിമൂക്കിൽ 2 അക്ഷരമാണ് മീമ് നൂൻ. അത് മ മീ മു അങ്ങനെ പറയുമ്പോഴല്ല, അത് ശബ്ദ് കൊടുക്കുമ്പോൾ മണിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ്. അപ്പോൾ മീം മ ന ഇന്ന. അപ്പോൾ നമ്മൾ മണിക്കുമ്പോഴാണ് അപ്പോൾ അവ മണിക്കുമ്പോൾ തരിമുക്കുന്നാണ് വരേണ്ടത് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. അവസാനത്തെ മഖ്റജ് ഇനി പറയാം. അതാണ് വായയുടെ അന്തരീക്ഷം. അലിഫ് വാവ് യ. ഈ 3 അക്ഷരമാണ് വായയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം. അതായത് അലിഫ് എന്ന് പറയുമ്പോഴല്ല, മറിച്ച് മദ്ദക്ഷരമാവുമ്പോൾ ഫതഹിന് നീട്ടാൻ അലിഫ് കൊടുക്കും, കസറിന് നീട്ടാൻ യാ കൊടുക്കും, ലൊമ്മിന് നീട്ടാൻ വാവ് കൊടുക്കും. അപ്പോൾ ഉലൈക അങ്ങനെ ഫതഹിന് നീട്ടാൻ അലിഫ് കൊടുക്കുമ്പോഴൊക്കെയാണ് വായയുടെ അന്തരീക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അങ്ങനെ നീട്ടുമ്പോൾ എവിടെയും തട്ടുന്നില്ല, വായയുടെ അന്തരീക്ഷത്തിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഈ 3 എണ്ണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി മഖ്റജ് തീരുകയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് മഖ്റജ് നമ്മൾ പരിചയപ്പെട്ടത്, വളരെ എളുപ്പത്തിൽ തന്നെ. ഇനി നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അക്ഷരങ്ങൾ ഏതാണെന്നുള്ളത് അത് നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ കൂടുതൽ പ്രാവശ്യം പറഞ്ഞ് പരിശീലിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി സിഫത്തുകളും എങ്ങനെയാണ് ഓരോ അക്ഷരത്തിൻ്റെ ശബ്ദരൂപങ്ങൾ, എങ്ങനെയാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്, അതിൻ്റെ ടിപ്സുകൾ അടക്കം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരും ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോൻ്റെ കമൻറ്റിൽ അറിയിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ കമൻറ്റിൽ നിന്നും നമ്മൾ റീപ്ലൈ എല്ലാവർക്കും തരും. എല്ലാ സംശയങ്ങളും നമ്മൾ നികത്തി തരും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ മഖ്റജ് എന്തിനാണ് പഠിക്കുന്നത്, സിഫത്ത് എന്തിനാണ് പഠിക്കുന്നത്, വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിസ്കാരത്തിൻ്റെ വളരെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. ഫാത്തിഹ സ്വയ്യാകണം എന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ അക്ഷരവും അതിൻ്റേതായ രൂപത്തിൽ, ഫാത്തിഹയിൽ നിന്ന് അല്ലാത്ത അക്ഷരങ്ങൾ ഒരിക്കലും കൊണ്ടുവരാത്ത രൂപത്തിൽ അതിൻ്റേതായ രൂപത്തിൽ ഓതണം. ഇപ്പോൾ നമ്മൾ മാലിക് യൗമിദ്ദീൻ അവിടെ
ദാലുള്ളിടത്ത് പല ആളുകളും താ ഉച്ചരിച്ച് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അർത്ഥവ്യത്യാസം വന്നില്ലേ? ദാലും താവും ഒരേ മഖ്റജാണല്ലോ, പക്ഷേ ദാലിനേക്കാൾ കുറച്ചും കൂടി കട്ടി കുറച്ചിട്ട് താ ഉച്ചരിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അക്ഷരം മാറുകയും അർത്ഥവ്യത്യാസം വരികയും അതുപോലെ തന്നെ ഫാത്തിഹ നഷ്ടപ്പെടുകയും നിസ്കാരം തന്നെ ബാത്തിലാവാൻ തന്നെ വലിയ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അക്ഷരങ്ങൾ കൂടുതലായിട്ട് പരിശീലിപ്പിക്കണം. ഇതറിയാത്ത പല ആളുകളും മലയാളികളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് പല ആളുകൾക്കും അക്ഷരങ്ങൾ യഥാർത്ഥ രൂപത്തിൽ ഉച്ചരിക്കാൻ അറിയില്ല. അപ്പോൾ പല ആളുകൾക്കും ഇതൊന്ന് വിട്ടുകൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ സിഫത്തുകളും സാക്കിനത്തായ നൂന് തൻവീന് അതിൻ്റെ വിധികൾ വേറെ വരുന്നുണ്ട്. പിന്നെ റാ തഫ്ഖീമു റാ, പിന്നെ ഇദ്ഗാം, അങ്ങനത്തെ പല നിയമങ്ങളും ഇൻഷാ അല്ലാഹ് തജ്വീദിൻ്റെ വളരെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മളൊക്കെ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.